ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് വെള്ളരിക്കയും മാങ്ങയും കൂടി, ഇത് പഴുത്ത മാങ്ങയാണ് കേട്ടോ, നാടൻ മാങ്ങയാണ്. നമ്മുടെ മാങ്ങയും കൂടി ഒരു ഒഴിച്ചുകറിയാണ് നമ്മൾ ഉണ്ടാക്കണേ കേട്ടോ. അപ്പൊ വെള്ളരിക്കയും മാങ്ങയും കൂടി നമുക്കൊരു കറി വെക്കാം. വെള്ളരിക്ക മുറിച്ചെടുക്കാം. നല്ല നമ്മൾ നെസ്റ്റോല് പോയപ്പോ മേടിച്ചതാണ് കേട്ടോ ഈ വെള്ളരിക്ക. നമുക്കപ്പോ വെള്ളരിക്ക മുറിച്ചെടുക്കാം. നമുക്കപ്പോൾ വെള്ളരിക്ക മുറിച്ചെടുക്കാം. നമുക്ക് ഒരു കഷ്ണം വെള്ളരിക്ക മതിട്ടാ എടുക്കാം. ഒത്തിരി കേടായിട്ടുണ്ട്, വീണിട്ട് ചതഞ്ഞിട്ട് എന്തോ പറ്റിയതാണ്. ഇനി നമുക്ക് മാങ്ങ ചെത്തിയെടുക്കാം കേട്ടോ. നമ്മള് വെള്ളരിക്കും മാങ്ങയൊക്കെ ചെത്തിയെടുത്തു കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളരിക്കും മാങ്ങയൊക്കെ കഴുകിയെടുത്തു. അതൊക്കെ നന്നാക്കി എടുക്കാം. നമ്മള് ഇത് വെള്ളരിക്കയും മാങ്ങയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ 2 വിസിൽ കൊടുക്കാനാണ് പോണേ. നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മാങ്ങയുടെ അണ്ടിയൊക്കെ അതേമാതിരി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമത്. കുക്കറിലൊന്ന് വെന്ത് കിട്ടേണ്ട ഇതുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് ചേർത്തിയാൽ മതി. ഒരു 1/4 ടീസ്പൂൺ തന്നെ. അതിലൊരു ലേശം കാശ്മീരി മുളക് പൊടി, അത് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നടു കീറിയിടാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരു 2 ഗ്ലാസ് വെള്ളം. നമുക്കത് മൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. സ്റ്റൗ കത്തിക്കുക. കുക്കർ വെച്ച് കൊടുക്കുക. ഇനി ഒരു 2 വിസിൽ കൊടുക്കുക നമുക്ക് കേട്ടോ. നമുക്ക് ഈ കറിയിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അപ്പം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ജീരകത്തിന്റെ പൊടി, ജീരകമായാലും മതിയിട്ടോ, ഞാൻ പൊടിയുള്ള കാരണം തോന്നുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മള് വെള്ളരിക്ക് മാങ്ങയും കൂടി അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച് വെള്ളരിക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച് അരപ്പ് ചേർക്കാം. അപ്പൊ നമ്മൾ അരച്ചു വെച്ച അരപ്പാണിത്. ജീരകവും തേങ്ങയും കൂടി അരച്ചത്. ഈ അരപ്പിന്റെ പച്ചമണം പോണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പഴുത്ത മാങ്ങയും വെള്ളരിക്കയും കൂടിയിട്ടുള്ള കറിയാണത്. ഒരൊഴിച്ചു കറി, എളുപ്പത്തിലൊരു ഒഴിച്ചു കറി. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. നമുക്ക് കറി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ശർക്കര ഇടാം കേട്ടോ. ചിലവർക്ക് ഒന്നും മധുരമുള്ള കറിയായിരിക്കും ഇഷ്ടം. ഇത് വല്ലാണ്ട് മധുരം വരില്ല, എന്നാലും മധുരമുണ്ട്. ഒരു ശകലം ഉപ്പ് ചേർക്കണം. നമുക്ക് ഇനി മോരൊഴിക്കാനുള്ളതാണല്ലോ. ഉപ്പ് ചേർക്കാം. മോരിലേക്കുള്ള ഉപ്പും കൂടി ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മോരൊന്ന് ഉടച്ചെടുത്തതാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് തിളക്കണ്ട, വാങ്ങി വെക്കുക. നമ്മുടെ കറി ഇതാണ്. നമുക്കിത് വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളും 2-3 മുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. നമുക്ക് കറിയിലേക്ക് ഇത് എടുത്ത് ഒഴിക്കാം. നമ്മുടെ വെള്ളരിക്കയും എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല കറിയാണ് ഒഴിച്ച് കഴിക്കാനായിട്ട്.